ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനമായ കേരളം സമൃദ്ധമായ ഭൂപ്രകൃതികൾക്കും സമ്പന്നമായ സംസ്കാരത്തിനും അഭിവൃദ്ധി പ്രാപിക്കുന്ന സമ്പദ്വ്യവസ്ഥയ്ക്കും പേരുകേട്ടതാണ്. രാവും പകലും തമ്മിലുള്ള താളവുമായി അടുത്ത ബന്ധമുള്ള സ്ഥലമാണിത്. അനന്തമായ ഒരു രാത്രിയുടെ പെട്ടെന്നുള്ള ആരംഭം ഈ താളങ്ങളെ തടസ്സപ്പെടുത്തുകയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. സൂര്യപ്രകാശത്തിൻ്റെ അഭാവം കേരളത്തിൻ്റെ പരിസ്ഥിതിയെയും സമ്പദ്വ്യവസ്ഥയെയും സാമൂഹിക ജീവിതത്തെയും സാരമായി ബാധിക്കും. കൃഷി മുതൽ വിനോദസഞ്ചാരം വരെ, വന്യജീവികൾ മുതൽ സാംസ്കാരിക രീതികൾ വരെ കേരളത്തിലെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ആഴത്തിൽ മാറ്റപ്പെടും. ഏറ്റവും അടിസ്ഥാന തലത്തിൽ അനന്തമായ ഒരു രാത്രി സസ്യങ്ങളും മൃഗങ്ങളും ആശ്രയിക്കുന്ന സ്വാഭാവിക താളത്തെ സാരമായി തടസ്സപ്പെടുത്തും. സൂര്യപ്രകാശം ആവശ്യമുള്ള നെല്ല്, തേയില, തേങ്ങ തുടങ്ങിയ വിളകൾക്ക് വളരാൻ കേരളത്തിലെ ഫലഭൂയിഷ്ഠമായ ഭൂമി സഹായിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ അഭാവം സസ്യങ്ങൾ ഭക്ഷണം സൃഷ്ടിക്കാൻ ആശ്രയിക്കുന്ന ഫോട്ടോസിന്തസിസിനെ തടസ്സപ്പെടുത്തും. സൂര്യപ്രകാശമില്ലെങ്കിൽ വിളകൾ നശിക്കുകയും അത് കേരളത്തിൻ്റെ കാർഷിക വ്യവസായത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് ഭക്ഷ്യസുരക്ഷയെ മാത്രമല്ല, കാലാനുസൃതമായ പ്രകാശചക്രങ്ങളെ ആശ്രയിക്കുന്ന കർഷകരുടെ ഉപജീവനത്തെയും ബാധിക്കും. വിളകൾ നിലനിർത്താൻ അവർ കൃത്രിമ വിളക്കുകൾ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷേ ഈ പരിഹാരങ്ങൾ അപര്യാപ്തമായിരിക്കും. സൂര്യൻ നൽകുന്ന ഊർജം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കൃത്രിമ ബദലുകൾ ഈ പ്രകൃതി വിഭവത്തെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കില്ല. അതുപോലെ രാവും പകലും ഇല്ലാത്തതിനാൽ കേരളത്തിലെ മൃഗങ്ങൾക്ക് കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പല ജീവിവർഗങ്ങളും അവരുടെ പെരുമാറ്റത്തിന് ലൈറ്റ് ഡാർക്ക് സർക്കിളിനെ ആശ്രയിക്കുന്നു. അതായത് മൈഗ്രേഷൻ പാറ്റേണുകൾ, ഭക്ഷണശീലങ്ങൾ. ഉദാഹരണത്തിന് പകൽ വെളിച്ചത്തിൽ സഞ്ചരിക്കുന്ന പക്ഷികൾക്ക് അവരുടെ വഴി കണ്ടെത്താൻ ബുദ്ധിമുട്ടായേക്കാം. ഇരുട്ടിനോട് പരിചിതമായ രാത്രികാല മൃഗങ്ങളും വഴിതെറ്റിക്കപ്പെടും. ചില സ്പീഷീസുകൾ അവയുടെ തീറ്റയും പ്രജനന രീതികളും നിയന്ത്രിക്കുന്നതിന് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ആശ്രയിക്കുന്നതിനാൽ സമുദ്ര ജീവിതത്തെ തുല്യമായി ബാധിക്കാം. സൂര്യപ്രകാശമില്ലെങ്കിൽ ഈ സ്വാഭാവിക താളങ്ങൾ സന്തുലിതാവസ്ഥയിൽ നിന്ന് വലിച്ചെറിയപ്പെടുകയും ഇത് ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യും. രാവും പകലും ഇല്ലാത്തത് ഭക്ഷ്യശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും ദീർഘകാല പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. കേരളത്തിലെ കാലാവസ്ഥയും നാടകീയമായി മാറും. മേഘങ്ങളുടെ രൂപീകരണത്തെയും മഴയുടെ രീതികളെയും സ്വാധീനിക്കുന്ന സൂര്യൻ്റെ ചൂടാണ് സംസ്ഥാനത്തിൻ്റെ ഉഷ്ണമേഖലാ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. സൂര്യപ്രകാശമില്ലെങ്കിൽ കേരളത്തിൽ കടുത്ത താപനില വ്യതിയാനങ്ങൾ നേരിടേണ്ടി വരും. സൂര്യൻ്റെ ചൂടാക്കൽ ഫലമില്ലാതെ സംസ്ഥാനത്തിന് തണുത്ത താപനില അനുഭവപ്പെടാം. അല്ലെങ്കിൽ പകരമായി തണുപ്പിക്കൽ പ്രക്രിയകളുടെ അഭാവം അടിച്ചമർത്തുന്ന ചൂടിലേക്ക് നയിച്ചേക്കാം. താപനിലയിലെ ഇത്തരം തീവ്രമായ മാറ്റങ്ങൾ പരിസ്ഥിതിയിലും ദൈനംദിന ജീവിതത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സൂര്യൻ്റെ ചൂടിനെ ആശ്രയിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ സമൃദ്ധമായ പച്ചപ്പ് വാടിപ്പോകുകയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സംസ്ഥാനത്തിൻ്റെ കടൽ തീരങ്ങൾക്കും വന്യജീവികൾക്കും അവരുടെ ആകർഷണം നഷ്ടപ്പെടുകയും ചെയ്തേക്കാം. വിനോദസഞ്ചാരം കുറയുമ്പോൾ വരുമാനത്തിനായി സംസ്ഥാനം ടൂറിസത്തെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. മാറുന്ന ഋതുക്കളെയും രാവും പകലും ചുറ്റിപ്പറ്റിയുള്ള കേരളത്തിലെ സാംസ്കാരിക ജീവിതത്തെയും ഇത് സാരമായി ബാധിക്കും. ഓണം, വിഷു തുടങ്ങിയ ഉത്സവങ്ങൾ കാർഷിക കലണ്ടറുമായും ആകാശ സംഭവങ്ങളുമായും സങ്കീർണമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ആഘോഷങ്ങൾ അതേ രീതിയിൽ നടത്തുക അസാധ്യമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തിൽ നിർമ്മിച്ച സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ഘടന ജനങ്ങൾ പൊരുത്തപ്പെടാൻ പാടുപെടുമ്പോൾ തകർന്നു പോകും. പകലും രാത്രിയും എന്ന സ്വാഭാവിക അടയാളങ്ങളില്ലാതെ ഈ ഉത്സവങ്ങൾ ഒരേ അർത്ഥത്തിലും ഊർജ്ജസ്വലതയിലും ആഘോഷിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ആളുകൾക്ക് പരമ്പരാഗത രീതികളിൽ കാലക്രമേണ അടയാളപ്പെടുത്താൻ കഴിയാത്തതിനാൽ ലളിതമായ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടും. അനന്തമായ ഒരു രാത്രിയുടെ മാനസിക സ്വാധീനം ആഴമേറിയതായിരിക്കും. മനുഷ്യർ ശീലങ്ങളുടെ സൃഷ്ടികളാണ്. പകലുകളുടെയും രാത്രികളുടെയും സ്വാഭാവിക താളം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ അഭാവം സമയത്തെക്കുറിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും പകലും രാത്രിയും തമ്മിൽ വേർതിരിച്ചറിയാൻ പ്രയാസകരമാക്കുകയും ചെയ്യും. വ്യക്തമായ സമയബോധത്തിൻ്റെ അഭാവം ഉറക്കത്തകരാറുകൾ, ഉത്കണ്ഠ, വിഷാദം എന്നിവയിലേക്ക് നയിച്ചേക്കാം. കാലക്രമേണ അർത്ഥമില്ലെന്ന് തോന്നുന്ന ഒരു പുതിയ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ പാടുപെടുന്ന ആളുകൾക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതായി അനുഭവപ്പെടും. അവരുടെ ജോലിക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും പകൽ വെളിച്ചം അനിവാര്യമായ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മാനസിക ആഘാതം പ്രത്യേകിച്ചും കനത്തതായിരിക്കും. അനന്തമായ ഒരു രാത്രിയുടെ സാമൂഹിക പ്രത്യാഘാതങ്ങളും ദൂരവ്യാപകമായിരിക്കും. ആളുകൾ പൊരുത്തപ്പെടാൻ പാടുപെടുമ്പോൾ ഭയം, ആശയക്കുഴപ്പം, പരിഭ്രാന്തി എന്നിവ ഉണ്ടാകാം. സാമൂഹിക അസ്വസ്ഥത ഉടലെടുക്കുകയും ഉത്തരങ്ങളും പിന്തുണയും നൽകാൻ സർക്കാർ കടുത്ത സമ്മർദ്ദത്തിലാകുകയും ചെയ്യും.
സൂര്യപ്രകാശം നഷ്ടപ്പെടുന്നത് ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും ആളുകൾക്ക് ജോലി ചെയ്യാനും കുടുംബത്തെ പരിപാലിക്കാനും ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. ഭയവും അനിശ്ചിതത്വവും പലപ്പോഴും നിരാശ വളർത്തുന്നതിനാൽ കുറ്റകൃത്യങ്ങളും സാമൂഹിക അസ്ഥിരതയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിന് സർക്കാർ നേതൃത്വം നൽകേണ്ടതുണ്ട്. വിഭവങ്ങൾ ന്യായമായി വിതരണം ചെയ്യുന്നുവെന്നും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ആവശ്യമായ പിന്തുണ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി അനന്തമായ ഒരു രാത്രിയുടെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ കൃഷി, വിനോദസഞ്ചാരം, വിദേശത്ത് ജോലി ചെയ്യുന്നവരിൽ നിന്നുള്ള പണം എന്നിവയെ വളരെയധികം ആശ്രയിക്കുന്നു. വിളകൾ നശിക്കുകയും വിനോദസഞ്ചാരം വറ്റിപ്പോകുകയും ചെയ്താൽ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക മാന്ദ്യം നേരിടേണ്ടി വരും. ഭക്ഷ്യ ഉൽപാദനത്തിന്റെ കൃത്രിമ രീതികളിലേക്ക് തിരിയുന്നതിലൂടെ സർക്കാർ കർഷകർക്ക് ആശ്വാസം നൽകേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ പരിഹാരങ്ങൾ ചെലവേറിയതും കൃഷിയെ നിലനിർത്തുന്ന സ്വാഭാവിക പ്രക്രിയകളെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കാൻ ഇടയില്ലാത്തതുമാണ്. ജനങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് സംസ്ഥാനം ഉറപ്പാക്കേണ്ടതുണ്ട്. കൃഷിയിലെയും ടൂറിസത്തിലെയും ഇടിവ് വ്യാപകമായ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും കൂടുതൽ സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഊർജ്ജ മേഖലയും വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരും. പ്രകൃതിദത്ത വെളിച്ചം ഇല്ലാതിരുന്നതിനാൽ ആളുകൾ കൃത്രിമ വെളിച്ചത്തെയും ചൂടാക്കലിനെയും കൂടുതലായി ആശ്രയിക്കും. ഇത് വൈദ്യുതി ആവശ്യം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കും. ഇത് കേരളത്തിന്റെ പവർ ഗ്രിഡിനെ ബുദ്ധിമുട്ടിക്കും. ഈ ആവശ്യം നിറവേറ്റുന്നതിന് സർക്കാരിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ ഊർജം ഇറക്കുമതി ചെയ്യേണ്ടി വന്നേക്കാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെലവേറിയതും സുസ്ഥിരമല്ലാത്തതുമായ പരിഹാരമാണ്. കൃത്രിമ വെളിച്ചത്തിന്റെ വർദ്ധിച്ച ഉപയോഗം പാരിസ്ഥിതിക മലിനീകരണത്തിന് കാരണമാവുകയും സംസ്ഥാനത്തിന്റെ വെല്ലുവിളികൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ഊർജ ഉപഭോഗം കൈകാര്യം ചെയ്യുന്നതും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ജോലിയായി മാറും. കേരളത്തിൽ തൊഴിൽ വിപണികളെയും ഇത് ബാധിക്കും. സംസ്ഥാനത്തെ നിരവധി തൊഴിലാളികൾ കൃഷിയിലും മറ്റ് ഔട്ട്ഡോർ വ്യവസായങ്ങളിലും ജോലി ചെയ്യുന്നു. സൂര്യപ്രകാശമില്ലാതെ ജോലി തുടരാൻ അവർ പാടുപെടും. സ്വാഭാവിക വെളിച്ചമില്ലാതെ ജോലികൾ എപ്പോൾ ആരംഭിക്കണമെന്നും പൂർത്തിയാക്കണമെന്നും നിർണ്ണയിക്കാൻ പ്രയാസമുള്ളതിനാൽ രാത്രികാല ജോലി സമയത്തിലേക്ക് മാറുന്നത് വെല്ലുവിളികൾ ഉയർത്തും. പ്രവൃത്തി ദിവസത്തിലെ ഈ തടസ്സം ഉൽപാദനക്ഷമതയിലും സാമ്പത്തിക ഉൽപാദനത്തിലും ഇടിവുണ്ടാക്കും. സർക്കാർ ജോലി സമയം നിയന്ത്രിക്കുകയും ഈ പുതിയതും വെളിച്ചമില്ലാത്തതുമായ ലോകത്ത് തൊഴിലാളികളെ പിന്തുണയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും വേണം. സാംസ്കാരികവും ആത്മീയവുമായ തലത്തിൽ കേരളത്തിൽ ആഴത്തിലുള്ള മാറ്റം അനുഭവിക്കും. മാറുന്ന ഋതുക്കളെയും സൂര്യന്റെ ചലനത്തെയും അടിസ്ഥാനമാക്കിയുള്ള സംസ്ഥാനത്തിന്റെ മതപരമായ ആചാരങ്ങൾ പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിന്റെ ആത്മീയ ജീവിതത്തിൽ അവിഭാജ്യ പങ്ക് വഹിക്കുന്ന ക്ഷേത്രങ്ങൾ, മസ്ജിദുകൾ, പള്ളികൾ എന്നിവ ആചാരങ്ങളും ചടങ്ങുകളും നടത്താൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. പകലുകളുടെയും രാത്രികളുടെയും സ്വാഭാവിക താളം നഷ്ടപ്പെടുന്നത് ദൈവികതയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. കാരണം ആളുകൾ എല്ലായ്പ്പോഴും അറിയാവുന്ന പാറ്റേണുകൾ പിന്തുടരുന്ന ഒരു ലോകത്ത് അർത്ഥം കണ്ടെത്താൻ പാടുപെട്ടേക്കാം. പല മതപരമായ ആചാരങ്ങളും കാലക്രമേണ സൂര്യന്റെ ചലനവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പ്രവചിക്കാൻ പ്രയാസമുള്ള വിധത്തിൽ ആളുകളുടെ ആത്മീയ ജീവിതത്തിൽ മാറ്റം വരും. ഈ പ്രതിസന്ധിയോട് സർക്കാർ വേഗത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണ്. ദുർബലരായ സമൂഹങ്ങളെ, പ്രത്യേകിച്ച് കൃഷിയെ ആശ്രയിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളെ പിന്തുണയ്ക്കുന്നതിന് വിഭവങ്ങൾ അനുവദിക്കേണ്ടതുണ്ട്. അതേസമയം അനന്തമായ രാത്രിയുടെ കാരണം മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്താനും സർക്കാർ ശാസ്ത്രജ്ഞരുമായും പരിസ്ഥിതി വിദഗ്ധരുമായും ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഭൂമിയുടെ ഭ്രമണപഥത്തിലെ മാറ്റങ്ങൾ പോലുള്ള ജ്യോതിശാസ്ത്രമാണെങ്കിൽ കേരളത്തെ സഹായിക്കാൻ ആഗോള സമൂഹം ഇടപെടേണ്ടി വന്നേക്കാം. കാരണം മനുഷ്യനിർമ്മിതമാണെങ്കിൽ പരിഹാരത്തിനുള്ള അടിയന്തരത ഇതിലും കൂടുതലായിരിക്കും. അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിലെ അനന്തമായ രാത്രി ആശങ്കയുടെ ഒരു തരംഗം സൃഷ്ടിക്കും. ഈ പ്രതിഭാസം മനസ്സിലാക്കാനും കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാനും ശാസ്ത്രജ്ഞരും പരിസ്ഥിതി സംഘടനകളും അന്താരാഷ്ട്ര സഹായ ഏജൻസികളും സഹകരിക്കും. അനന്തമായ രാത്രിയുടെ ഫലങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതിനാൽ ലോകത്തിന്റെ പരസ്പര ബന്ധത്തെ ഈ പരിപാടി എടുത്തു കാണിക്കും. കാരണം സ്വാഭാവികമോ മനുഷ്യനിർമ്മിതമോ ആകട്ടെ, പരിഹാരം കണ്ടെത്താൻ ആഗോള സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അനന്തമായ ഈ രാത്രി അഗാധമായ ദാർശനിക ചോദ്യങ്ങളും ഉയർത്തും. സമയം, ജീവിതം, പ്രകൃതി ലോകവുമായുള്ള നമ്മുടെ ബന്ധം എന്നിവയെക്കുറിച്ചുള്ള മനുഷ്യരാശിയുടെ ധാരണയെ ഇത് വെല്ലുവിളിക്കും. സൂര്യന്റെ നഷ്ടം അതിജീവിക്കാൻ സാങ്കേതിക വിദ്യയെയും നവീകരണത്തെയും ആശ്രയിക്കുന്ന അവരുടെ ജീവിത രീതിയെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കും. അഭൂതപൂർവമായ ഈ സംഭവം മനുഷ്യന്റെ പ്രതിരോധശേഷിയും ചാതുര്യവും പരീക്ഷിക്കുകയും ഇന്നത്തെ ലോകത്ത് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ പൊരുത്തപ്പെടാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിലെ തങ്ങളുടെ സ്ഥാനവും അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രകൃതി വഹിക്കുന്ന പങ്കും പുനർവിചിന്തനം ചെയ്യാൻ ഇത് ആളുകളെ പ്രേരിപ്പിക്കും.
ആത്യന്തികമായി കേരളത്തിലെ അനന്തമായ ഒരു രാത്രി ലോകം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരിക്കും. ആവാസ വ്യവസ്ഥ മുതൽ സമ്പദ് വ്യവസ്ഥ വരെ സാംസ്കാരിക സമ്പ്രദായങ്ങൾ വരെയുള്ള ജീവിതത്തിന്റെ അടിത്തറകളെ അത് വെല്ലുവിളിക്കും. എന്നിരുന്നാലും വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും മനുഷ്യർ അതിശയകരമാം വിധം പ്രതിരോധശേഷിയുള്ളവരാണ്. തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കാനുള്ള അവരുടെ ചാതുര്യം, പ്രതിരോധശേഷി, നിശ്ചയദാർഢ്യം എന്നിവയെ ആശ്രയിച്ച് കേരളത്തിലെ ജനങ്ങൾ പൊരുത്തപ്പെടും. ഇരുട്ടിനെ അഭിമുഖീകരിക്കുമ്പോൾ അവർ അതിജീവിക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള പുതിയ വഴികൾ കണ്ടെത്തുകയും മനുഷ്യന്റെ സർഗാത്മകതയുടെയും ആത്മാവിന്റെയും ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം. ബൈ.